ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇൻസ്റ്റയിലിട്ട പോലെ ഞാൻ ടോട്ടലി എൻ്റെ മുന്നിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ 2-3 മണിക്കൂർ, 3-4 മണിക്കൂർ ഫ്രീ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് തീരെ ശീലമില്ല. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നു. നാളെ രാവിലെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആൻഡ് ഷാനി ഹാസ് ഗോൺ ഫോർ എ ബാത്ത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ. വോട്ട് ഡു. എൻ്റെ എഡിറ്റ് ചെയ്യാനൊരു വീഡിയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു Q&A ചെയ്യാം. കുറേ നാളായി Q&A ചെയ്തിട്ട്. നിങ്ങൾക്കൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്യാം എന്നാ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ പെട്ടെന്നൊരു Q&A ഇട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻസ്റ്റയിൽ തന്നെ പോയിട്ട് ആൻസർ ചെയ്യും. ബാക്കി കുറച്ചിങ്ങനെ എടുത്തിട്ട് ഐ ആൻസർ ഇൻ യൂട്യൂബ്. പിന്നെ നിങ്ങൾക്ക് സുഖമായിരിക്കുന്നു? ഓണമൊക്കെ ഇതുവരെ ആയി. ഞങ്ങളുടെ അവിടെ ഇടയ്ക്കൊക്കെ ഈ ഓണത്തിന് കുറച്ച് മുന്നേ തന്നെ ധാരാളം പ്രോഡക്റ്റിൻ്റെ ഷൂട്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനൊക്കെ വേണ്ടി പല പല ഡിഫറെൻറ്റ് ഓണ ബ്ലൗസും ഓണ സാരിയൊക്കെ ഉടുക്കുകയും ഡെക്കറേഷൻ ചെയ്യുകയും അത്തപ്പൂ ഇടുകയും പായസം ഉണ്ടാക്കുന്ന പോലത്തെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഓണം അങ്ങ് സെലിബ്രേറ്റ് ചെയ്തൊരു ഫീലിലായിരുന്നു. കുറേ പലർക്കും ഓണം ബേസ് ചെയ്ത ഷൂട്ട്സ് ഉണ്ടായിരുന്നു. അമ്മുവിന്, ഇഷാനിക്ക്, ഹൻസുവിന്, എനിക്ക്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ തന്നെ 2-3 ഡിഫറെൻറ്റ് സെറ്റ് മുണ്ടും സാരിയൊക്കെ ഇട്ടിട്ട് ഏതിനൊക്കെയോ വേണ്ടിയിട്ടൊക്കെ എടുത്തു. ഇതൊരു മെസ്സേജ്. അപ്പോൾ ഓണം ശരിക്കും സെലിബ്രേറ്റ്. പിന്നെ ഹൻസുവിന് തന്നെ കോളേജിൽ ഓണത്തിന് വേണ്ടി ഞാൻ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. അല്ലാതെ വേറൊരു ഓണം ഷൂട്ട് ഹൻസുവിനുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ഇത്തവണത്തെ ഓണം ഷൂട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇത്തവണ ഓണം ഷൂട്ടൊന്നും ചെയ്തില്ല, പറ്റിയില്ല. ആക്ച്വലി ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ പാസ്റ്റ് ഒരു 1.5 months വി വർ ഓൺലി എക്സ്ട്രീംലി വല്ലാത്തൊരു തിരക്കായിരുന്നു. ഇങ്ങനെ എവിടേക്ക് ഇങ്ങനെ അല്ലേ. അപ്പം ഇടയ്ക്ക് അമ്മ പറയും, എല്ലാ വർഷവും നമ്മൾ ചെയ്യും, ഈ വർഷം വേണ്ടല്ലേ, നമുക്ക് അടുത്ത വർഷം ചെയ്യാം. ഹൻസിക്ക് വാസ് വെരി സാഡ്. ഹൻസു കെപ്റ്റ് ആസ്കിങ്, എന്താ നമ്മളൊരു ഓണം ഷൂട്ട് ചെയ്യാത്ത, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്? നമുക്ക് ഇല്ലട, പറ്റിയില്ല. എന്ന് വെച്ചാൽ ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനും ദർ ഇസ് എ ലോട്ട് ഓഫ് പ്ലാനിങ് ദാറ്റ് ഇസ് നീഡഡ്. നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്തവണ, നമുക്ക് എന്താവാം നമ്മുടെ ഒരു തീം, പിന്നെ അതിന് സാരിയും ബ്ലൗസ്, അത് ഇത് ജ്വല്ലറി, ലൊക്കേഷൻ, ഡേറ്റ് ഫിക്സ് ആക്കുന്ന, എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഡേറ്റ്. സോ ഇറ്റ്സ് എ ബിഗ് പ്രോസസ്സ്. അതുകൊണ്ട് ഇത്തവണ ഉഴപ്പി അങ്ങോട്ട്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എപ്പോഴും ചെയ്യണ പോലെ ബാൽക്കണിയിൽ ഒരു കുഞ്ഞ് അത്തപ്പൂ ഇട്ടിട്ട് അവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കാം. അത് തന്നെ ഈ വർഷത്തെ ഓണം. ഓമി വന്നിട്ടുള്ള ഓണമാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഓൾസോ. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓൾ വാസ് സിക്ക്. ലൈക്ക് നമ്മുടെ വീടൊരു ഹോസ്പിറ്റലായിരുന്നു ഒരാഴ്ചയായിട്ട്. ലൈക്ക് ഓസി വാസ് സിക്ക്, അശ്വിൻ വാസ് സിക്ക്, ഐ വാസ് സിക്ക്, ബേബി വാസ് സിക്ക്. ബേബിക്ക് അതിനുശേഷമാണ് വാക്സിൻ എടുത്തപ്പോൾ അതിൻ്റെ പനി വന്നു. പിന്നെ അവനും, നമുക്ക് എല്ലാവർക്കും വയ്യാതിരുന്നത് കൊണ്ട് നാച്ചുറലി ഓസിക്കും വയ്യാതിരുന്നതുകൊണ്ട് അവനും ചെറിയ കോഫും കോൾഡും ഒക്കെ വന്നു. ബേബി വാസ് സിക്ക്. മൈ ഡാഡ് ഇസ് സിക്ക്. സോ ഡാഡിന് അങ്ങനെ ഓൾവേസ് റിസൾട്ട്സ് ഒക്കെ ഓക്കെ, നോർമലാണ്. ഈസ് ഡയബറ്റിക്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ക്ഷീണവും പ്രശ്നങ്ങളും. അങ്ങനെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് 2-3 ദിവസത്തേക്ക് ലൈക്ക് മോണിറ്റർ ചെയ്യാനായിട്ട്. ഈസ് സിക്കുള്ളി. എന്നാലും അങ്ങനെ പേടിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയൊരു ബാലൻസ് കുറവ്, അങ്ങനെ നമ്മൾ SP വെൽനെസ്, അതാണല്ലോ നമ്മുടെ സെക്കൻഡ് ഹോം പോലെയുള്ളതാണ് SP വെൽനെസ്. അവിടെയാണ് ഡാഡ് ആൻഡ് മോം. ഞാനിപ്പോൾ ഷാനിയുടെ ഇവിടെ കൊച്ചിയിലാണ്. എനിക്കിങ്ങനെ ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. സോ എനിവേ സിറ്റിംഗ് ഹിയർ റിലാക്സ്ഡ്. അപ്പോൾ നമുക്കൊന്ന് Q&A സ്റ്റാർട്ട് ചെയ്താൽ. എത്ര മിനിറ്റായിട്ട് ഞാൻ കത്തി വയ്ക്കുന്നു, സമയം പോലും കാണാമേ. 3 minutes 50 seconds. ഓക്കെ, എൻ്റെ ഫോണിൽ. ഓക്കെ, ഹായ് സിന്ധു ആൻറ്റി, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബർത്ത്ഡേ ഇസ് കമ്മിങ് അപ്പ്. ഐ എം കൺഫ്യൂസ്ഡ്, വാട്ട് ഡു ഐ ഗിഫ്റ്റ് ഹർ? നമുക്കിപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ്, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് അത്ര നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് വാട്ട് വിൽ മേക്ക് ഹർ റിയലി ഹാപ്പി. ആൻഡ് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് യു ക്യാൻ ഗിഫ്റ്റ് യുവർ ഫ്രണ്ട് സംതിങ് ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ബഡ്ജറ്റ് യു ക്യാൻ അഫോർഡ് ടു ഗിഫ്റ്റ്. ആൻഡ് യു ഷുഡ് തിങ്ക്, ഞാൻ ഈ കൊടുക്കുന്ന ഗിഫ്റ്റിൽ വിൽ ഷി ബി ഹാപ്പി അബൌട്ട് ഇറ്റ്? കാലങ്ങളോളം വിൽ ഷി റിമെമ്പർ ഇറ്റ്? അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിത്തിങ് യു ക്യാൻ ഗിഫ്റ്റ് a dress, maybe handwritten ആയിട്ടുള്ള ഒരു card or something like that will be nice. And then if you have more budget, you can gift her maybe a nice handbag or some jewelry or something like that. ഭക്ഷണ സാധനം കൊടുക്കരുത് കേട്ടോ.
എന്തെങ്കിലും സംതിങ് ഈവൻ എ നൈസ് ബ്യൂട്ടിഫുൾ ഷോ പീസ്, എ ഗുഡ് വൺ, എ പെയിന്റിങ്. യു ക്യാൻ, ഐ മീൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് നോ യുവർ ഫ്രണ്ട്. നോ, നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഏത് ടൈപ്പാണ്, എന്തിഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിലേക്ക് നമുക്ക് ഇറ്റ്സ് ഈസി ടു ഗിവ് സംതിങ് നോ ആസ് എ ഗിഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണ് കാണാൻ വയ്യന്നെ. എറണാകുളം ഒരു ഫ്ലാറ്റ് ഓർ ഹൗസ് വാങ്ങിച്ചു കൂടെ? അപ്പോൾ ഇവിടെ ബിസി ആയിക്കൊള്ളാം. എൻ്റെ അമ്മയെ ട്രിവാൻഡ്രത്തുള്ള വീട് വൃത്തിയാക്കാനേ സമയമില്ലെന്ന്. ട്രിവാൻഡ്രത്തുള്ള വീട് എൻ്റെ വീടും ഹോസിയുടെ ഫ്ലാറ്റും കൂടെ തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്നും ചെയ്യാൻ വയ്യ. അപ്പോഴാണ് ഇവിടെ ഒരു വീട്. വേണ്ട കേട്ടാ, ഇവിടെ വരുമ്പോൾ ഹോട്ടലാണ് സുഖം, ഒന്നും അറിയണ്ടല്ലോ. ജസ്റ്റ് വരിക, ലാവിഷായിട്ട് വരിക, വിശന്ന ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്യുക, കഴിക്കുക, റിലാക്സ് ചെയ്യുക, കുളിക്കുക, കിടന്നുറങ്ങുക, രാവിലെ വണ്ടി വിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. സോ അയ്യോ വേണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. മിസ്സിങ് യുവർ വ്ളോഗ്സ്, മിസ്സിങ് യുവർ ടോക്ക്, യു ലുക്ക് സോ ടയർഡ്, ടേക്ക് സം റെസ്റ്റ്. ഇന്ദുമ്മ അർച്ചന എന്ന് പറഞ്ഞ കുട്ടിയുടെ. ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലേ മോളെ, ശരിക്കും എൻ്റെ വ്ളോഗ്സ് മിസ് ചെയ്യുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടു, അടുത്തൊക്കെ 1-2 വീഡിയോസ് ഇട്ടു. പണ്ടത്തെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. ഓബ്വിയസ് റീസൺസ് ആണ്. വീട്ടിലെപ്പോഴും ലോട്ട് ഓഫ് വർക്ക് ആൻഡ് ലിറ്റിൽ സ്ട്രെസ്ഡ് ആൻഡ് ഈ പോയ കുറച്ച് നാൾ തന്നെ എല്ലാവർക്കും ഒരുപാട് കൊളാപ്ഷൻ. നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്തു. ഈ കൊച്ചി തന്നെ ഞാൻ ഈ 1 മാസത്തിനകത്ത് ഇത് 3ാമത്തെ ട്രിപ്പാണ്. പിന്നെ നമ്മൾ ചെന്നൈ ട്രിപ്പ് പോയി, പിന്നെ അല്ലാതെ ഞങ്ങളൊരു ബനാറസ് ട്രിപ്പ് പോയി. ഇതെല്ലാം ഒരു 1 മന്തിനകത്ത് ഓൾമോസ്റ്റ് 5 ട്രിപ്പ്. അയ്യോ ആരോ ബെല്ലടിക്കുന്നേ, ഞാൻ ഇപ്പോൾ വരാവേ. ഞാൻ ടയേർഡാണ്, എനിക്കിത് അറിയാം, നോട്ടിടും. അപ്പൊ നമുക്ക് കുറച്ച് സ്ലീപ്പൊക്കെ കിട്ടിയ ടയർഡ്നെസ് പോകും. താഴെ നിന്നൊരു വിളിച്ച് ചോദിച്ചു, ഇവിടെ നമ്മൾ ഹോളിഡേയിനല്ല സ്റ്റേ ചെയ്യണത്, കോൾഡ് ആൻഡ് ആസ്റ്റ് ആർ യു വെരി കംഫർട്ടബിൾ എന്നാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് പ്ലാറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഒരു മുന്തിരി ഉണ്ടല്ലോ, മറ്റേ നാക്കിൽ കളർ വരുന്ന കറുത്ത മുന്തിരി, പുളി മുന്തിരി. ആ മുന്തിരി ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന വലിയ കടകളിലൊന്നും അത് കിട്ടാറേയില്ല. അത് പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ വെച്ചേക്കണം, ചെറിയ ഫ്രൂട്ട് സ്റ്റാളുകളിൽ അത് കാണും. അവിടെ ആ മുന്തിരി ഞാൻ വാങ്ങിയാൽ, മുന്തിരിയെ കുറിച്ച് പറയുമ്പോൾ കൊതി വരുന്നത്, ആ മുന്തിരിയെ വാങ്ങുക കഴിക്കാൻ ചേട്ട് കാലങ്ങളായി. ഇന്നലെ വന്നപ്പോൾ അതിൻ്റെ ഒരു കൊല്ലം മുന്തിരി ഉണ്ടായിരുന്നു. അതിന് ഇഷാനിക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ആ മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ആ ഫുള്ളൊരു കൊല്ലം മുന്തിരി ഉണ്ട്. നല്ല പുളിയാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് വളരെ നോസ്റ്റാലജിക് ആണ് ആ ഒരു മുന്തിരിയുടെ ടേസ്റ്റ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 2 ടൈപ്പ് മുന്തിരിയേ ഉള്ളൂ. ഒന്ന് ഈ മുന്തിരി, പിന്നെ ഒന്ന് ലിറ്റിൽ മോർ ലൈറ്റ് ബ്രൗൺ ഒരു മുന്തിരി. ഈ 2 മുന്തിരിയേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ഫാൻസി കുരുവില്ലാത്ത മുന്തിരിയൊക്കെ മാർക്കറ്റിൽ ഇത്ര സുലഭമായിട്ട് കണ്ടു തുടങ്ങിയ ഒരു 35 വർഷത്തിനുള്ളിലാണ്. ബിഫോർ ദാറ്റ് 35 years ഒക്കെ വി ആർ ഓൺലി ദീസ് 2 ടൈപ്പ്. പച്ച പിന്നെ ഇടയ്ക്ക് വരെ ഒരു വലിയത് കുരുവൊക്കെ ഉള്ള വലിയ ഗുണമില്ലായിരുന്നു. അപ്പോൾ ഈ മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ അവർ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് സ്റ്റെപ്പ്, ഞാൻ പറയും ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു കൊല അടിപൊളി കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു. ഇന്ന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ഒരു കൊലയും കൂടെ തരുമോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാണോ മാനോ ഇല്ല ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിന്നല്ല അത് കഴിച്ചിട്ട് കൊതി, കുഞ്ഞു കൊലയായിരുന്നേ, കഴിച്ചിട്ടെങ്കിൽ കൊതി തീർന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സിന്ധു ചേച്ചി ഗ്രാൻഡ്മ ആയതിനു ശേഷം എന്തൊക്കെ റുട്ടീൻ ചേഞ്ച് ആയി? ഓസിയും ബേബി ഉള്ളത് കൊണ്ട് നാച്ചുറലി ലൈക്ക് എന്താ പറയുക, ഞാൻ രാവിലെ ഉറക്കണിക്കുന്നത് തന്നെ ലൈക്ക് ബേബിക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അവൻ്റെ ഡയപ്പർ മാറ്റണോ, അപ്പോൾ ഓസിക്ക് കുറച്ച് നേരം ഉറങ്ങണമെങ്കിൽ അവനെ ഞാൻ കുറച്ച് നേരം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ എപ്പോഴും അവൻ്റെ ഒരു ബാക്കി എല്ലാ ചിന്തകളുണ്ടെങ്കിലും എപ്പോഴും മനസ്സിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഓമിയുടെ തോട്ട്സ് ആണ് കേട്ടോ. ലൈക്ക് പക്ഷെ അവനെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ല, പാവം കുട്ടിയാണ്. ഓസിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കാര്യം കുറേ നേരം നോക്കും. ഓസിക്ക് എപ്പോഴും ജ്വല്ലറി ഫോട്ടോ എടുക്കാനൊക്കെ അറ്റ സ്ട്രെച്ച് കുറേ നേരം വേണ്ടി വരും. എപ്പോഴൊക്കെ ഞാനായിരിക്കും ബേബി മോസ്റ്റ്ലി നോക്കുന്നത്. ഇവരാരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കും. അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പണ്ട് ഹൻസു ജനിച്ചപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി ഉള്ളപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഒരു കെയർ ഉണ്ടല്ലോ, ആ ഒരു ഇതേ ഉള്ളൂ. എപ്പോഴും എല്ലാം നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഒന്ന് അവനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അവനും അവൻ്റെ കാര്യങ്ങളുമാണ്. അവൻ്റെ ഓരോ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസിലൊരു സന്തോഷം. ആൻഡ് അവന് like it's very nice, that feel is very nice to have a baby in the house and everybody is so excited. And ഇങ്ങനെ വലിയ റുട്ടീൻ ചെയ്യുന്ന നല്ല കുറച്ച് എക്സ്ട്രാ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം മറ്റേ വേദുകുളി അങ്ങനത്തെ കലാപരിപാടികൾ അതെല്ലാം ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞു.
പക്ഷെ അതുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നു, അവർ ആ മസാജ് ചെയ്തു. ഇപ്പം ചില ദിവസമൊക്കെ എനിക്ക് മനസ്സുകൊണ്ട് ബേബിയെ മസാജ് കൊണ്ടുണ്ടെങ്കിൽ ഐ ബി ലൈക്ക് സോ ബിസി ഓൺ സർട്ടൺ ഡേയ്സ് എനിക്ക് പറ്റാറ് കൂടിയില്ല. അപ്പോൾ അല്പത്തേക്ക് അയ്യോ കഷ്ടം, അവർ വരുവായിരുന്നെങ്കിൽ പക്കായിട്ടൊന്നും എല്ലാം ചെയ്തിട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് ഓയിൽ മസാജൊക്കെ. അപ്പോൾ ആവുന്നതുകൊണ്ട് കുറച്ച് ലൈഫ് ഇച്ചിരി കൂടെ ബിസിയായി, ലിറ്റിൽ മോർ റെസ്പോൺസിബിൾ ആയിപ്പോൾ. ഞാൻ അധികം ഇപ്പോൾ വെളിയിലൊന്നും കറങ്ങി നടക്കാം. എന്തിനെങ്കിലും ഞാൻ പോയാൽ ടപ്പനെ തിരിച്ചു വരും. എനിക്ക് എപ്പോഴും ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ബാക്ക് ഹോം സോ ദാറ്റ് ഐ ക്യാൻ ബി ഓഫ് സം ഹെൽപ്പ് ടു ഓസി ടു ടേക്ക് കെയർ ഓഫ് ബേബി എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ എവിടെ പോയാലും ഞാൻ ഓടി ഓടി തിരിച്ച് വീട്ടിൽ വരും. എവിടെ പോയാലും ലൈക്ക് ഐ ജസ്റ്റ് കം ബാക്ക് ഹോം വെരി സൂൺ. ഫ്രം വേർ ഡു ഹൻസിക ബൈ ഹർ ക്ലോത്ത്സ് എന്താ ബിക്കോസ് ഇറ്റ്സ് വെരി ബിഗ് പ്രിറ്റി. ഹൻസു അവളുടെ ക്ലോത്ത്സ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പലയിടത്തു നിന്നും വാങ്ങാറുണ്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങും. ഇഷാനി പറയാം, നമ്മൾ ആരും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ധാരാളം മറ്റേ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ട്. അവൾ അവിടെ നിന്നെല്ലാം വാങ്ങും. വാങ്ങി കളക്ട് ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ ഓരോ കൺട്രീസിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ആ ഒരു നാടിൻ്റെ ടേസ്റ്റിന് ഇടാൻ ചേരുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് അവൾ നേരത്തെ വാങ്ങി വെക്കും. നമ്മൾ ജപ്പാനിൽ അടുത്താണ് പോയതെങ്കിലും അവൾ കാലങ്ങൾക്ക് മുമ്പേ ജപ്പാനിൽ പോയാൽ ഇടാനുള്ള ടൈപ്പുള്ള ഡ്രസ്സ് വാങ്ങും. ഇപ്പോൾ അവൾക്കിങ്ങനെ ജപ്പാനിൽ പോകുമ്പോൾ ഇടാം, കൊറിയയിൽ പോകുമ്പോൾ ഇടാം, ഇപ്പോൾ യൂറോപ്പിൽ പോകുമ്പോൾ ഇടാം, കാശ്മീരിൽ പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പല നാടുകളും മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങി വയ്ക്കും. ഞങ്ങൾ പോലും ഈ സ്ഥലത്തൊക്കെ എത്തി അവൾ അവർ ഡ്രസ്സ് ഇട്ടുമ്പോൾ ഇത് കൊള്ളാമല്ലോ ഹൻസു, നീ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും അവൾ പറയുന്നത്. അപ്പോൾ ഇഷാനി ഇപ്പം നമുക്കും കൂടെ പറഞ്ഞു തരാത്ത എന്താണ് അങ്ങനെ. പിന്നെ അല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോൾ കടകളിലൊക്കെ കയറി H&M അതുപോലത്തെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങിക്കും. അവിടെ ഡെയിലി ബേസിസ് കോളേജിലൊക്കെ ഇടുന്ന എന്തെങ്കിലും ഓസി കളഞ്ഞ ഡ്രസ്സുകൾ, ഇഷാനിക്ക് വേണ്ടാത്തത് അങ്ങനത്തെയൊക്കെ പറക്കി ഇത് ഓസിക്കാണെങ്കിൽ ടൈറ്റായി എന്നൊക്കെ പറഞ്ഞ് ഓസി ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാണ്ട് മാറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഹൻസു പോയി 5-6 എടുത്ത് വയ്ക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ തന്നെ മിക്ക ദിവസം കോളേജിലൊക്കെ ഇടുന്നത്. പിന്നെ കുറേ കുർത്തീസൊക്കെ തച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ മിക്കതും എത്നിക് വീവ്സിലായിരിക്കും തയ്ക്കുന്നത്. പിന്നെ അല്ലാതെ ഓൺലൈനിൽ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. നല്ല ഫാഷൻ സെൻസുള്ള ആളാണ്, പക്ഷെ കോളേജിലൊക്കെ വളരെ നോർമലായിട്ടാണ് പോകുന്നത്. നമ്മൾ ഏതെങ്കിലും നാടുകളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഹൻസികയുടെ മുഴുവൻ ഫാഷൻ സെൻസും നമ്മൾ കാണുന്നത്. അടിപൊളി ക്ലോത്ത്സ് ആയിട്ട് ഇതിനൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ ഹൻസു ഇടും. അത് അവൾക്ക് മാത്രമേ ഇടാനും പറ്റൂ, അങ്ങനത്തെ ഡ്രസ്സുകളായിരിക്കും. ഓക്കെ, ഹൗ ഇസ് ഓമി? ഹൻസു ചേച്ചി എന്താ വ്ളോഗ് ഇടാത്തെ? ഹൻസു ചേച്ചി എന്താ വ്ളോഗ് ഇടാത്തെ? ഹൻസു, നീ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നീ പറയാം എന്താ വ്ളോഗ് ഇടാത്തെ? മടി അതുകൊണ്ടാണ് ഇടാത്തെ. ഹൗ ഡു യു മാനേജ് സ്ട്രെസ് ഡൂയിങ് എവറിത്തിങ് എവറി ഡേ ഓൾ ദ ടൈം? ഹൗ ഡു ഐ മാനേജ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എനിക്ക് എപ്പോഴും സ്ട്രെസ്സാണ്. ഞാൻ കൂളായിട്ടുള്ള ഒരാളല്ല. ഭയങ്കര ഇന്ന് തന്നെ ഞാനിവിടെ ഈശാനയുടെ കൂടെ ഷൂട്ടിന് ക്യാരവാനിലേക്ക് വീട്ടിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത കുറേ കോൾസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സില്ലി കാര്യങ്ങൾ. പക്ഷെ നമുക്കത് ഇൻവോൾവ് ആവാതിരിക്കാനും പറ്റത്തില്ല. സില്ലി കേസസ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ വിളിക്കും, ആവശ്യമില്ലാത്ത സ്ട്രെസ് വരും. ഞാൻ അവിടെ ചോദിച്ചിരിക്കും, എന്നൊക്കെ ഒന്നും ഇതൊരു തലവേദന തരാതിരുന്നൂടെ, നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്തുകൂടെ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ഐ ടേക്ക് അപ്പ് ഓൾ ദ സ്ട്രെസ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ അങ്ങ് ഇരിക്കുക. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ടങ്ങ് ഇരിക്കും. പക്ഷെ അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ്ഫുൾ തന്നെ ആയിരിക്കും. എന്നെ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്താൽ നല്ല ബോറായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ഒരു പ്രാന്തിയെ പോലെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനതങ്ങ് വിടും. സ്ട്രെസ്സുണ്ട്, ഇഷ്ടംപോലെ സ്ട്രെസ്സുണ്ട്. ഓമി സുഖമായിരിക്കുന്നു. ഇപ്പോൾ ആരെ പോലെയാണ് ഓമി സുഖമായിരിക്കുന്നു. കുറച്ച് സഡൻ ചെറിയ കോൾഡും ചെറിയ കോഫും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ ആരെ പോലെയാണ് ഇരിക്കണേ? അവനൊരു മിക്സാണ്. ചിലപ്പോൾ കണ്ട ഓസിയെ പോലെ തോന്നും, അതിൻ്റെ ചില പോർഷൻസ് കണ്ട അശ്വിൻ്റെ ഒരു ലുക്കുണ്ട്. അവൻ്റെ ഓസി പറയുന്ന അവൻ ചിരിക്കുമ്പോൾ ഒക്കെ കിച്ചുവിനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഈസ് എ മിക്സ്. ആൻഡ് ചില കുഞ്ഞിനുള്ള ചില ഫോട്ടോസൊക്കെ ഓസിയുടെ ഫോട്ടോ പോലെ നമുക്ക് തോന്നും. ചില സമയത്ത് ഹൻസുവിൻ്റെ ചെറിയൊരു കട്ട് തോന്നും. സോ ഈസ് എ മിക്സ്. ഐ ഡോണ്ട് നോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ അവരുടെ ലുക്സ്. ജനിക്കുമ്പോൾ ഉള്ള ലുക്സ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഐ ഡോണ്ട് നോ അവൻ അവസാനം ആരെപ്പോലെ ഇരിക്കും എനിക്ക് അറിയത്തില്ല. അതെല്ലാം കിച്ചുവിൻ്റെയൊക്കെ കുറച്ച് മാനറിസംസ് ഉണ്ട്. അവൻ്റെ കൈയും കാലും എല്ലാം എക്സാക്ട്ലി കിച്ചു, അമ്മു, ഇഷാനി അവരുടെയൊക്കെ ഒരു വിരലുകളുടെയൊക്കെ ഒരു രീതിയാണ് അവൻ്റെ കൈയും കാലും എല്ലാം കാണാൻ. ഈസ് എ മിക്സ്ചർ. ഐ തിങ്ക് പക്ക മിക്സ്ചർ ബേബിയാണ്. എൻ്റെ ഒരു ലുക്കും ഇല്ല കേട്ടോ. എൻ്റെ ലുക്കൊന്നും അവനില്ല. അവൻ സ്ട്രെയിറ്റ് ഹെയർ ആണ്, കേളി ഹെയർ ഒന്നും അല്ല. ആൻഡ് ഈസ് എ ടോട്ടൽ മിക്സ് ഓഫ് നമ്മുടെ വീട്ടിൽ 2-3 ആൾക്കാരുടെ ഒരു മിക്സാണ്. അശ്വിൻ്റെയും കുറച്ച് ലുക്കുണ്ട്. ഇവിടെ മറ്റേ നെറ്റി, ഐബ്രോ, ഐ തിങ്ക് ഹെയർ ഒക്കെ അശ്വിൻ്റെ
ടൈപ്പാണ്. പക്ഷെ ഓസി പറയാം ഓസിയുടെ ഹെയർ കളറാണ്, അവന് ടെക്സ്ചർ ഒരു ശേഷൻ്റെ ആയിരിക്കും, അറിയത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓസി അവൻ്റെ ഫോട്ടോസൊക്കെ ഇടുമായിരിക്കും. ബേബി ആയതുകൊണ്ടാണ് അങ്ങനെ അധികം ഫോട്ടോസൊക്കെ അങ്ങനെ ഇടാത്തത്. കുറച്ചുകൂടെ കഴിയട്ടെ. അവൻ ചിലപ്പോൾ വലുതായിട്ട് ചോദിക്കും എന്തിന് എൻ്റെ ഇത്രയും ബേബി ഫോട്ടോ ഒക്കെ ഇട്ടെന്നൊക്കെ. അതുകൊണ്ടാണ് 2 മാസമൊക്കെ ആയിട്ട് അവൻ്റെ ഫോട്ടോസ് ഇടാമെന്ന് ഇങ്ങനെ വിചാരിച്ചത്. ഇത് മിക്സ് ചെയ്ത് നിങ്ങളൊക്കെ തന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് പറയുമോ അവൻ ആരെ പോലെ ഇരിക്കുന്നു. ആരാ ചോദിച്ചിരിക്കുന്നത്? കോമൺ ഫേസ് പാക്ക് റെസിപ്പി വിച്ച് ഇസ് യൂസ്ഡ് ഇൻ യുവർ ഹൗസ് ഫോർ സ്കിൻ കെയർ. ഹൻസിക്ക കുറച്ച് കാലമായിട്ട് എപ്പോഴും എൻ്റെ പിന്നാലെ വന്നിട്ട് ഒരു പാക്ക് ആക്കി കൊടുക്കാൻ പറയും. ദാറ്റ് ഈസ് ഓട്സ് പൊടിച്ചതിൽ ടൊമാറ്റോ ജ്യൂസ് ഇട്ടിട്ട് ഒരു പാക്ക്. പണ്ടങ്ങാണ്ട് ഞാൻ സജസ്റ്റ് ചെയ്താണെന്ന് തോന്നുന്നു, എന്നാണെന്നൊക്കെ ഞാൻ മറന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ആക്കി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ അധികമൊന്നും എനിക്കായിട്ട് പാക്സൊന്നും അധികം ഇടാറില്ല. അലോവേറയുടെ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടും. ഞാൻ ടാൻ ആയിപ്പോയാൽ ഞാൻ ലൈം ആൻഡ് ഷുഗർ ഇടും. ഹൻസുവിന് വേണ്ടെങ്കിൽ സ്ഥിരം ആക്കി കൊടുക്കാറുള്ളത് ഓട്സ് ആൻഡ് ടൊമാറ്റോ ജ്യൂസ്, അത് ടാനിന് വേണ്ടിയിട്ട്. മാം എവിടുന്ന ഡ്രസ്സൊക്കെ മേടിക്കുന്ന? ഡ്രസ്സസ് ആർ സോ ബ്യൂട്ടിഫുൾ. ഞാനങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറി ഡ്രസ്സൊന്നും വാങ്ങാറില്ല. ഞാൻ ഈ ഇട്ടേക്കുന്നതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ എത്നിക് വീവ്സിലെ മെറ്റീരിയൽസ് ആണ്. എത്നിക് വീവ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ നല്ല മെറ്റീരിയൽസ് വരുമ്പോൾ അവിടുത്തെ ചേച്ചി എന്നെ അറിയിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് എടുക്കും. പിന്നെ ഞാനൊരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഓർഗൻസയിൽ കഴുത്തിൽ വർക്കൊക്കെ ഉള്ള ആ ടൈപ്പ് സെൽവാസൊക്കെ മെറ്റീരിയൽ ഞാൻ ചെന്നൈ മോക്ഷ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ചെന്നൈ തന്നെയുള്ള വേറെ 3-4 ഷോപ്സ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പോവും. പേരൊക്കെ പറഞ്ഞു, കോസ്കി, പിന്നെ കെ, പിന്നെ ഡയഡം എന്നൊക്കെ പറഞ്ഞ് മോറ്റിലെ ഒരു ഏരിയ ഇല്ല, അമ്മൂൻ്റെ കോളേജൊക്കെ ഇരുന്നു ആ ഏരിയയിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വാങ്ങിക്കും. പിന്നെ ഞാൻ ലൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇടയ്ക്ക് റെഡിമെയ്ഡ്സ് വാങ്ങാറുണ്ട്. എനിക്ക് ലൂമിൻ്റെ ഒരു 4-5 സൽവാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് മൾമൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ, അവരുടെ എനിക്ക് 2 സൽവാറുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണാണ്ട് ഇങ്ങനെ വാങ്ങണം എന്നൊക്കെ തോന്നും. പിന്നെ അതിൻ്റെ വില കാണുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും. കാരണം അത് ചിലത് വിത്ത് ദുപ്പട്ട വാങ്ങുമ്പോൾ 14,000 15,000 അത്രയും വിലയാവും. അപ്പം ഞാൻ വിചാരിക്കുമോ വേണ്ട, എവിടെയും വാങ്ങത്തില്ല. മൾമളുടെ 2 ഉണ്ട്, അത് 2 എനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾമളുടെ സാധനങ്ങൾ. എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല. അത് കുറച്ചുകൂടെ സ്ലിം ബോഡി ഉള്ള ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ചെയ്യുന്നത്. ലൂം എനിക്ക് പക്കയാണ്. എനിക്ക് ബീബ ഇഷ്ടമാണ്. ബീബ ഞാൻ പണ്ട് ഒരിടയ്ക്ക് ബീബയുടെ ധാരാളം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാനിപ്പോൾ അധികം അങ്ങനെ വാങ്ങാറില്ല. ഐ മിസ് ബീബ. എനിക്ക് വലിയ ഇഷ്ടമാണ് ബീബ. പക്ഷേ ഏതോ ഒരു പോയിന്റിലേക്ക് എനിക്ക് കുറേ ബീബ ഉണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിൽ ഞാൻ സ്ഥിരം വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വാങ്ങുന്നില്ല. ബിക്കോസ് അത് കുറേ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഐ എൻഡഡ് അപ്പ് ഹാവിങ് ഒത്തിരി പോലെ. ആൻഡ് പിന്നെ വരുന്ന പുതിയതൊക്കെ ഏകദേശം നമുക്ക് ഉള്ള പോലെ എനിക്ക് തോന്നി. ലൈക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കളർ വ്യത്യാസമോ ചെറിയൊരു പാറ്റേൺ വ്യത്യാസം, എന്തായാലും ഇറ്റ് ബി വെരി മച്ച് സിമിലർ ടു നമുക്ക് ഓൾറെഡി ഉള്ള സൽവാർ. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ അത്രയ്ക്ക് വെസ്റ്റേൺ എനിക്ക് വേണ്ടി വാങ്ങാറില്ല. പലപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാൻ ആർക്കും, ബിക്കോസ് നല്ല സാധനങ്ങൾ അവരുടേത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം നല്ല മെറ്റീരിയലുമാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ലൊരു ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാം, ഒട്ടും ഓവർ എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല. 2000 റേഞ്ചിൽ തന്നെ യു ഗെറ്റ് നൈസ് ക്ലോത്ത്സ്. പക്ഷേ എനിക്ക് വേണ്ടി അത് ധാരാളം വാങ്ങുന്നത് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചു. ഇനി മേ ബി അവരുടെ ടോട്ടൽ ഫാഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ടോട്ടൽ പാറ്റേൺ ഒന്ന് റീവാമ്പ് ചെയ്ത് ഡിഫറെൻറ്റ് വരും. അങ്ങനെ ഡിഫറെൻറ്റ് വരുമ്പോൾ ഞാൻ വീണ്ടും വാങ്ങിക്കും. അല്ലാതെ എനിക്കിപ്പോൾ ഉള്ളതൊക്കെ പോലത്തെ കുറേ ഉണ്ട്. ആ നെറ്റ് ദുപ്പട്ട, നെറ്റിൻ്റെ അറ്റത്ത് ഇച്ചിരി ഒരു ഗോൾഡ് ലേസ് ഒക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെയൊക്കെ എൻ്റെ ഇപ്പോൾ കുറേ കളേഴ്സ് ആയപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും വാങ്ങിക്കാൻ ഒരു മടി. അപ്പോൾ മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ സെൽവാസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് എത്നിക് വീവ്സ് ആണ്. പിന്നെ ഇടയ്ക്കുള്ള ഫങ്ഷനൊക്കെ ഉള്ളത് ശാന്തിനിന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാറുണ്ട്. ശാന്തിനിന്ന് അവിടെ എനിക്ക് ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് തരും പുള്ളിക്കാരി, നല്ല സെൽവാസൊക്കെ. ഓക്കെ, ലെറ്റ് മീ സീ അനദർ ക്വസ്റ്റ്യൻ. യു ഹാവ് എനി ഐഡിയ അബൌട്ട് കമ്മിങ് ഇൻ ലൈവ് ഇൻ ഇൻസ്റ്റ ഫോർ എൻ അവർ? ഇൻസ്റ്റയിൽ ലൈവ് വരാൻ, യൂട്യൂബിൽ ലൈവ് വരാൻ, ഇതൊന്നും എനിക്കറിയത്തില്ല. എക്സ്ട്രീംലി ബാഡ് വിത്ത് ടെക്നോളജി. എനിക്ക് യൂട്യൂബ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അമ്മൊക്കെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ലൈവ് വന്നു. പിന്നെ ഏതോ 5 lakh ആയപ്പോൾ വന്നു. അതുപോലെ ഐ തിങ്ക് ഓസി ഹാസ് കം. ഇഷാനി വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാനും പറയാം ഇഷാനി വന്നിട്ടില്ല, അതോടെ കിടക്കുക. ഞാനും പറയുന്നു പണ്ട് 1 ലക്ഷം വ്യൂവേഴ്സ് ആവും, സബ്സ്ക്രൈബേഴ്സ് ആവും, എനിക്ക് ലൈവ് വരണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണേ എന്നൊക്കെ പിള്ളേരോട് പറയുമായിരുന്നു. അത് 2 ലക്ഷം, പിന്നെ അത് നടന്നില്ല. പിന്നെ വെച്ചാൽ 2 ലക്ഷം ആകുമ്പോൾ വരാം, പിന്നെ വിചാരിച്ച് 5 ലക്ഷം ആകുമ്പോൾ വരാം, അത് നടന്നില്ല. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണ്? 6 ലക്ഷം ആണെന്ന് തോന്നുന്നു. 6 ലക്ഷം ക്രോസ് ചെയ്തു.
ഇതുവരെ വന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും വരണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ, ആൻഡ് നല്ല വൈഫൈ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണം. ഐ ഷുഡ് കം ലൈവ് സം ടൈം സൂൺ ഹോപ്പ്ഫുള്ളി. പിന്നെ അതിൽ ആൾക്കാരൊക്കെ എഴുതി കാണിച്ചപ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് തപ്പി അല്ലെങ്കിൽ ഇങ്ങനെ തപ്പണം, എന്നാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. സംബഡി ഈസ് റിംഗിങ് ദ ബെൽ, 1 sec, ഓക്കെ. സോറി, ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നു. ഇവിടെ AC ഒന്ന് നോക്കാൻ ആൾ വന്നിരുന്നു. ഓക്കെ, എമംഗ് യുവർ 4 daughters, who do you think is the most independent? Naturally, Ammu, I think, is the most independent among all my 4 daughters, I think. And Ozzy also, to an extent, is extremely independent. മേ ബി ബേബിയെ നോക്കുന്ന ആ ഒരു ഇതിൽ കുറച്ച് നമ്മുടെയൊക്കെ ഹെൽപ്പ് തൽക്കാലം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷീസ് ഓൾസോ വെരി ഇൻഡിപെൻഡൻറ്റ്. ഷീ ടേക്സ് ഓൾ ഹെർ ഡിസിഷൻസ് ഓൺ ഹെർ ഓൺ മെയിൻലി. പിന്നെ എൻ്റെ ഇഷാനി ആൻഡ് ഹൻസു അനാവശ്യമായിട്ട് പണ്ടേ ഫ്രീഡം കൊടുത്തു. അതോ അവിടെ ഒരു തീർന്ന് പറയുക, ഇളയ പിള്ളേരെ ഒന്നിനും വിടൂല. പാവം. ഇഷാനി പറയാം, മൂത്ത പിള്ളേർക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഫ്രീഡം കൊടുത്തു, അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയി. ചെറിയ പിള്ളേർക്ക് ഒരു ഫ്രീഡവും കൊടുക്കത്തില്ലാത്തതുകൊണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് അല്ല. ഇഷാനി കുട്ടി ഞാനില്ലാതെ എവിടെയും ഷൂട്ടിങ്ങിന് പോകത്തില്ല. ഇഷാനി ഹൻസും ഞാൻ ഹൻസുനെക്കാട്ടും ചെയ്തതാണ്. ഇഷാനിക്ക് ഫീൽ ചെയ്തിട്ടാ. അമ്മുവാണ് ഏറ്റവും ഇൻഡിപെൻഡൻറ്റ്, ഓസി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇഷാനിക്ക് ഹൻസിക്ക് ഞാൻ ഇപ്പോഴും കൈ പിടിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണം. എന്ത് ചെയ്യുമെന്ന് പറയാം. ധാരാളം പേര് ചോദിക്കുന്നുണ്ട്, മറ്റേ ലോക സിനിമ ഞാൻ കണ്ടു. ഞാനും അമ്മു അത് കണ്ടു. എക്സ്ട്രീംലി നൈസ് മൂവിയാണ്. ആ മൂവിയെക്കുറിച്ച്, ആ മൂവി ഇങ്ങനെ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അമ്മു നിമിഷമൊക്കെ പറഞ്ഞിട്ട് ഐ ന്യൂ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ മൂവി. ലൈക്ക് ഐ ന്യൂ ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ജോണർ ഇറ്റ് ഇസ്. പക്ഷേ നമ്മളതിനെ അതെങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചതിനേക്കാൾ ഗംഭീരമാണ്. ആരോ ബെല്ലടിച്ചു, അതിനുശേഷം നമുക്ക് സംസാരിക്കാം ലോക മൂവിയെക്കുറിച്ച്. ഒരു ടേബിൾ ഫാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ AC-ക്ക് ഇച്ചിരി തണുപ്പ് കുറവെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ടേബിൾ ഫാൻ കൊണ്ടു. ഞാൻ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ലോക മൂവിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നിമിഷിൻ്റെ വർക്കിൻ്റെ ഡെഡിക്കേഷനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരെയും കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മുവൊക്കെ ചെയ്ത കരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക് ആൽബം ഉണ്ടായിരുന്നു. ആ സെറ്റിൽ വെച്ചാണ് ഈ ഹോൾ ഗ്യാങ്ങിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഓൾ ഓഫ് ദം, ലൈക്ക് നിമിഷ്, പിന്നെ അമിത്, ഇത്തവണ എഡിറ്റിങ്ങിന് നാഷണൽ അവാർഡ് കിട്ടിയ മിഥുൻ, പിന്നെ നമ്മളെ ശ്യാം, പിന്നെ ഫാഹിം ഞങ്ങളുടെ നെയ്ബറായിരുന്നു. എന്നാലും കാര്യമായിട്ട് അപ്പോഴാണ് ഫാഹിം എല്ലാവരെയും പരിചയപ്പെട്ടത്. അന്ന് ആ സെറ്റിൽ പോയപ്പോൾ അന്ന് എല്ലാവരും വളരെ യങ് ആണ്. അന്ന് എനിക്കൊരു നിമിഷേ വല്ല 22, 21, 22 അത്ര റേഞ്ച് ആയിരിക്കും. ആൻഡ് ലൈക്ക് അപ്പോൾ ഭയങ്കര ഒരു ഹി വാസ് ലൈക്ക് ഫുള്ളി ഇൻ ടു ഹിസ് ജോബ് യുനോ. ബാക്കി എല്ലാവരും നമ്മളും ഒക്കെ കോമഡി പറയുന്നു, എന്തെങ്കിലും കുറ്റം പറയുന്നു. അതൊരു കാട്ടിലൊക്കെ ആയിരുന്നു ഷൂട്ട്. സാധാ കാടൊന്നുമില്ല, ഒരു വല്ലാത്തൊരു കാട്. ഫുൾ ലീച്ചൊക്കെയുള്ള, എല്ലാവരുടെ കാലിലും ലീച്ച് കടിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. അപ്പം നമ്മളൊക്കെ ഈവൻ പാമ്പ്, ഇപ്പം അന്ന് അമ്മുവും ഫാഹിമും ഒക്കെ ഇങ്ങനെ ഉരുണ്ട് വീഴുന്ന ഒരു ഷോട്ടിൻ്റെ ഒക്കെ തൊട്ടപ്പുറത്ത് വാസ് എ സ്നേക്ക്. ആൻഡ് അത്ര ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല ആ ഒരു സ്ഥലം. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ടോക്കിംഗ് ടു മച്ച് ആൻഡ് കുറ്റം പറയുന്നു, കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഗോസിപ്പ് ചെയ്യുന്നു, ചിരിക്കുന്നു, കോമഡി പറയുന്നു. അതിൻ്റെ ഇടയിൽ നിമിഷം മാത്രം ഹി വാസ് ലൈക്ക് സോ ഇൻവോൾവ് ഇൻ ഹിസ് ജോബ്. അപ്പം ഞാനിവിടെ ഈ പയ്യൻ കൊള്ളാമല്ലോ, ലൈക്ക് എത്ര ഇൻവോൾവ് ആണ് ഇൻ ഹിസ് ജോബ്. അപ്പോൾ അന്ന് ആ ഒരു വർക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്ത് രസമായിട്ടാണ് ചെയ്തത്. അതിന് ശേഷമാണ് പിന്നെ ലൂക്ക ഹാപ്പൻഡ്. പിന്നെ അതിനുശേഷം അമ്മ ചെയ്ത ഒരുപാട് വർക്ക് ഹി ഹാസ് ലൈക്ക് അമ്മന് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഇങ്ങനെ പുള്ളി ചെയ്യുന്ന സിനിമയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മൺചിത്ര താഴെയുള്ള നാഗവല്ലി ബ്രൈറ്റ് ആവത്തില്ലേ, അതുപോലെയാണ് നിമിഷിൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈക്ക് ഹി ലാക്ക് സോ മച്ച്. അല്ലെങ്കിൽ നിമിഷം അധികം ഒന്നും സംസാരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും അതിൽ വിടും. പക്ഷേ നിമിഷിൻ്റെ സിനിമകളെ കുറിച്ച് നിമിഷം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ലൈക്ക് വാതോരാതെ സംസാരിക്കും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും. ആൻഡ് ഈ ഒരു മൂവി ഐ തിങ്ക് ദ വർക്ക് വാസ് ലൈക്ക് എക്സലൻറ്റ്. ഇത് മാത്രമല്ല, നിമിഷീത മിക്ക സിനിമയും നല്ലതായിരുന്നു. കുറുപ്പ് അടിപൊളിയായിരുന്നു, ലക്കി ഭാസ്കർ അടിപൊളിയായിരുന്നു, ലൂക്ക നല്ലതായിരുന്നു. പിന്നെ മമ്മൂട്ടിയൊക്കെ ചെയ്ത റോഷാക്ക്, അത് നിമിഷമായിരുന്നില്ലേ റോഷാക്ക്. സോ മെനി മൂവീസ്. ആൻഡ് നൗ ഹീ ഈസ് വർക്കിംഗ് വിത്ത് സൂര്യയുടെ കൂടെ ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈസ് വെരി ഗുഡ് ഇൻ ഹിസ് വർക്ക്. ആൻഡ് ഈസ് എ യങ് ബോയ് അല്ലേ, യങ് ബോയ്, വളരെ യങ് ആയിട്ട് വന്ന. ഞാൻ ഇന്നലെ ഈശാനോട് പറയായിരുന്നു, ലൂക്ക എടുത്ത അരുൺ ബോസ് നിമിഷിൻ്റെ സാറാണ്. നിമിഷ് ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ അവിടുത്തെ പുള്ളിയുടെ സാറാണ്. അപ്പോൾ ആ സാറിന് പഠിപ്പിച്ചൊരു കുട്ടിയെ
ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയിൽ ക്യാമറാമാൻ ആക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏതൊക്കെ വർക്ക് കണ്ട് ആ സാറിന് അത്രയ്ക്കൊരു തൃപ്തി ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ഉള്ളൊരു സുഖമായിട്ട് ഒരു വേറൊരു സിനിമാറ്റോഗ്രാഫറിന് സുഖമായിട്ട് വെക്കാമല്ലോ. അപ്പോൾ അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അരുൺ ബോസ് ആ സിനിമയിൽ ലൂക്കയിൽ നിമിഷിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. സോ ലൈക്ക് ഹീസ് എ വെരി വെരി ഹാർഡ് വർക്കിംഗ് ബോയ്. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഹിം. ഐ എം സോ ഹാപ്പി. ലൈക്ക് ഇപ്പോൾ നിമിഷിന് കിട്ടുന്ന കൈൻഡ് ഓഫ് ഒരു റെക്കഗ്നേഷനൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പ്രേസ് ചെയ്യുന്നുണ്ടല്ലോ. ഹിസ് വർക്ക് ഇസ് എക്സലന്റ്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. Somebody has asked, your vlogs are so therapeutic. Love you, Sindhu auntie. What do you do when your mood goes off? It depends ആരാണ് എൻ്റെ മൂഡ് കളയുന്നതെന്ന്. ഞാൻ സാധാരണ ആൾക്കാരെ പോലെ വട്ടാവും, ദേഷ്യപ്പെടും, എന്തെങ്കിലും പിച്ചും പെയ്യൊക്കെ പറയും, മഴക്കൊക്കെ ഉണ്ടാക്കും. വെരി മച്ച് നോർമൽ. ചിലപ്പോൾ ഒരു പ്രാന്തിയെ പോലെയൊക്കെ ബിഹേവ് ചെയ്യും. എനിക്ക് വട്ടാണെന്ന് എൻ്റെ ചുറ്റിനിക്കുന്നവർക്കൊക്കെ തോന്നും. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പക്ഷെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ വളരെ ജോളി ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ ലൈഫ് വളരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. ഓക്കെ, റാദർ ദാൻ ഞാൻ എൻ്റെ കംഫർട്ട്സ് നോക്കാതെ ഐ ബോദർ സോ മച്ച് അബൌട്ട് മറ്റുള്ളവരുടെ കംഫർട്ട്സ്. ഐ ട്രൈ ടു മേക്ക് ഓൾ എൻഡ്സ് മീറ്റ്, യുനോ, സംഹൗ ചെയ്ത് കൂട്ടേണ്ടൊക്കെ എല്ലാം എനിക്കങ്ങനെ, ഞാനിങ്ങനെ എത്ര ടയേർഡായാലും ഐ ക്യാൻ സ്റ്റിൽ ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ്. അതാണ് ഇന്ന് എനിക്ക് ഒരു പണിയില്ലാതായപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. എനിക്കിങ്ങനെ പണി ചെയ്ത് ശീലമായിപ്പില്ല. കുപ്പിന്ന് വന്ന ബോധത്തിൻ്റെ പോലെ ഞാൻ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡെസ്പാവും. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. Somebody has asked, how do you edit your YouTube videos, like apps you use? ഞാൻ InShot എന്ന് പറഞ്ഞൊരു വീഡിയോ, ഒരു എഡിറ്റിംഗ് ആപ്പിലാണ് ഞാൻ മൊബൈലിലൂടെ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. അത് യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ ആ സമയത്ത് അമ്മുവാണ് അത് ആദ്യമായിട്ട് പഠിപ്പിച്ചത്. പക്ഷെ അതിൽ ഇച്ചിരി സ്പീഡിൽ ചെയ്യാൻ എന്നെ ശരിക്കും ഒരു പ്രാവശ്യം വന്നിരുന്ന് പഠിപ്പിച്ചു തന്നത് ഓസി ആയിരുന്നു. ലൈക്ക് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോ ഒക്കെ എൻ്റെ എനിക്ക് തോന്നുന്നു അമ്മു എഡിറ്റ് ചെയ്ത് തന്നു. പിന്നെ അമ്മ പറയും എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കണം. കാരണം അത് എല്ലാവരും ഒരേ സീസണിൽ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ എവറിബഡീസ് ഗോ ടു അമ്മു ഫോർ ഡൗട്ട്സ്. അമ്മ പറയും എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വാസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് സില്ലി മിസ്റ്റേക്സ്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഓസിയുടെ അടുത്ത് കൊടുപ്പോൾ ഓസി എന്നെ സ്പീഡിൽ പഠിപ്പിച്ചിരുന്നു. ലൈക്ക് സൗണ്ട് നമ്മൾ വോയിസ് റെക്കോർഡർ യൂസ് ചെയ്യണമെങ്കിൽ അത് കൊണ്ടിടാനൊക്കെ ഓസി ഇടയ്ക്ക് സ്പീഡിൽ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇഷാനിയുടെ അടുത്തും ഹൻസുവിൻ്റെ അടുത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ ഡൗട്ടൊക്കെ ചോദിച്ച് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പതുക്കെ പഠിച്ച്. ഞാനിപ്പോഴും ഒരു പ്രോ ഒന്നും ആയിട്ടില്ല. ഐ എം സ്റ്റിൽ ലൈക്ക് എ സ്റ്റുഡൻറ്റ് ലേണിംഗ് മോർ ഫ്രം ഇറ്റ്. ഞാൻ ചിലപ്പോൾ അമ്മൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇതേ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അമ്മ എന്തൊക്കെയോ എക്സ്ട്രാ ചെയ്യുന്നുണ്ടാവും ടു മേക്ക് ദ ഹോൾ വീഡിയോ മോർ പെർഫെക്റ്റ്. ഞാൻ കുറച്ചുകൂടെ ഒരു ബേസിക്കാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അമ്മു ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. മേ ബി സം ഡേ ഐ മൈ ട്രൈ ഓൾസോ. പക്ഷെ ഞാൻ എടുക്കുന്ന വീഡിയോസിനൊക്കെ അത്ര വലിയൊരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നും. എൻ്റെ വ്യൂവേഴ്സും അതൊന്നും എന്നിൽ നിന്ന് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. അവർക്ക് ഞാനിടുന്ന ഈ പാവപ്പെട്ട സാധാരണ എഡിറ്റൊക്കെയുള്ള വീഡിയോസ് മതി. ഞാനൊരു ആ ബേസിക്കിലാണ് നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. Someone has asked, which is your favorite place in Trivandrum? Share one moment relating to that place. ട്രിവാൻഡ്രത്തെ എൻ്റെ ഫേവററ്റ് പ്ലേസ് ഏതാന്ന് വെച്ചാൽ നാച്ചുറലി മൈ ഹോം. ട്രിവാൻഡ്രത്ത് എവിടെ പോയാലും എന്ത് ചെയ്താലും ഓടി തിരിച്ചങ്ങോട്ട് വീട്ടിൽ പോവാം. എൻ്റെ പിള്ളേരുള്ള വീട്, ദാറ്റ് ഈസ് മൈ ഫേവററ്റ് പ്ലേസ്. യുനോ, എന്തൊക്കെ അലമ്പാണെങ്കിലും എന്തൊക്കെ എക്സ്ട്രാ പണിയാണെങ്കിലും എന്തൊക്കെ തലവേദനയാണ് എനിക്ക് പലരും തരുന്നതെങ്കിലും ഐ ജസ്റ്റ് ലവ് ഹോം. യുനോ, ഐ ലവ് ഹോം. വീട്ടിൽ ഇരുന്ന് ഇവർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ഒക്കെ ചെയ്ത് കൂട്ടി ഭ്രാന്തായിട്ട് ഇറങ്ങി പകുതി സമയം ഞാനിങ്ങനെ നടക്കുന്നത്. എന്നാലും ദാറ്റ് പ്ലേസ് ഇസ് സോ ഗുഡ്. എനിക്ക് ട്രിവാൻഡ്രത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് മൈ ഹൗസ്. വിഷ്ണുപ്രിയ ചോദിച്ചിരിക്കണം, എ പിക്ചർ യു ഡിഡ്ന്റ് പോസ്റ്റ്. It's not a picture that I didn't post. I have thousands and thousands of pictures and videos that I haven't posted. Very bad of me, but I haven't posted.
എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കാണാം. ഞാനില്ലേ ഒരുമാതിരി വേറെ ഏതോ സോംബി നാട്ടിൽ നിന്ന് വന്ന പോലെയൊക്കെയാണ്. ഇവരൊക്കെ കറക്റ്റായി ഇടുകയോ ഞാൻ ഇടത്തില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളവർ അന്ന് എടുക്കുന്നതിൽ ഏറ്റവും നല്ല ഫോട്ടോസൊക്കെ ഇവരാരെങ്കിലുമൊക്കെ അങ്ങ് ഇടും. അതിലൊരു ഫാമിലി ഫോട്ടോയിൽ ഞാനും ഒക്കെ കാണും. ഇവരൊക്കെ പെട്ടെന്ന് അത് എഡിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി അങ്ങ് ഇടും. ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയുടെ ഇടയിലായിരിക്കും ഞാനൊരു പക്ഷേ എഡിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ എനിക്ക് എന്തായാലും ഇവരിട്ട് അതെല്ലാവരും ഒക്കെ കണ്ടില്ലേ, ഇനി അതേ ഫോട്ടോ ഞാൻ എന്തിനാ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ടൈം അങ്ങ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ പല നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പല പ്രോഗ്രാംസിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടാലായി. പലപ്പോഴും ഞാൻ ഇടണം എന്ന് ഞാൻ സെലക്ട് ചെയ്തൊക്കെ വെക്കും. പക്ഷെ ഞാൻ ഇടണം എന്ന് വിചാരിക്കും, ആ ദിവസങ്ങൾ കടന്നു പോകും, പിന്നെ അത് സ്റ്റേയിലാവും. ലൈക്ക് ഇപ്പോൾ ഓസിയുടെ ഒരു മറ്റേ പൂജയ്ക്ക് എടുത്ത ഫോട്ടോ, അല്ലെങ്കിൽ ഒരു വളകാപ്പിനെടുത്ത ഫോട്ടോ, അതിപ്പോൾ കുഞ്ഞിന് 2 മാസം ആകാറാകുമ്പോൾ ഇട്ടാൽ എനിക്ക് വട്ടാന്ന് നിങ്ങൾ വിചാരിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് മറ്റേ ട്രിപ്സ് പോയ പഴയ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിടണോ ഇതിടണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നാളെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടാതെ പോയി എത്ര ഫോട്ടോസുണ്ട്. ഇനി എനിക്കൊന്ന് ഞാൻ എൻ്റെ ഗാലറിയുടെ ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഐ ഷുഡ് സ്റ്റാർട്ട് പോസ്റ്റിങ്ങിലോ സം ഫോട്ടോസ് ഓഫ് മൈൻ. ഇഷ്ടം പോലെ ഫോട്ടോസ് കൊണ്ട് ഞാൻ ഇട്ടിട്ടേയില്ല. ഇടണം എന്ന് വിചാരിക്കും, ഇട്ടിട്ടേയില്ല. പിന്നെ എനിക്ക് എന്നോട് തന്നെ തോന്നും ഇത് കഷ്ടമായി ഞാൻ ഈ സമയത്ത് ഇടാത്ത. എൻ്റെ തന്നെ എത്രയോ നല്ല ഫോട്ടോസ് ഇട്ടിട്ടില്ല, പിള്ളേരുടെ കൂടെ ഉള്ളതും ധാരാളം ഫോട്ടോസ്. ഐ ഷുഡ് സ്റ്റാർട്ട് പോസ്റ്റിങ്ങിനോ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് എന്തായാലും ഇടണം. ഞാൻ മെയിൻലി എനിക്ക് തോന്നുന്നു യൂട്യൂബ് എടുക്കുന്നതുകൊണ്ട്, വ്ളോഗ്സ് എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന എന്തെങ്കിലും ട്രിപ്പൊക്കെ കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ ടൈമൊക്കെ എടുക്കുമ്പോൾ ഞാനങ്ങ് എക്സോസ്റ്റഡ് ആവും. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ മറ്റതും കുഴപ്പം. അപ്പോൾ ഇവരാരെങ്കിലും അപ്പോഴത്തേക്ക് ഇട്ട് കഴിയും. അപ്പം ഞാൻ അത് ഇവരുടെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഹാപ്പി, കൊള്ളാം. എന്നിട്ട് ഞാനങ്ങ് എൻ്റെതങ്ങ് ഇടാതെ അങ്ങ് പോകും. അങ്ങനെയാണ് പറ്റുന്നത്. അപ്പോൾ ഒന്നല്ല, 1000 ഫോട്ടോസ് ഉണ്ട് എൻ്റെ ഫോണിൽ, വിച്ച് ഐ വുഡ് ലവ് ടു ഷെയർ വിത്ത് you people. Maybe I'll do that soon. Question: among you and your sister, who is a better cook? My sister is a much better cook than me. I am a very poor cook. അതിന് ആക്ച്വലി കുറച്ച് റീസൺസ് ഉണ്ട്. സിമി എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ ഷീ ലിവ്ഡ് ഇൻ അബുദാബി. തൻവി സ്മോൾ ആയിരുന്നു. അപ്പോൾ അവിടെയും ഐ തിങ്ക് ഷീ വുഡ് ഹാവ് കുക്ക്ഡ് എ ബിറ്റ്. എനിക്കാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. ആ സമയത്ത് തന്നെയാണ് അമ്മൂനെ പ്രഗ്നൻ്റ് ആയത്. ആ സമയത്തൊക്കെ കിച്ചുവിൻ്റെ പാരൻസിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അവിടെ ഐ ഹാർഡ്ലി ഹാഡ് ടു കുക്ക്. ഐ ഹാർഡ്ലി ഡിഡ് എനി വർക്ക് ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഐ വാസ് ലൈക്ക് സിക്ക് ആൻഡ് ഐ വാസ് യങ് ആൻഡ് ഫസ്സിങ്. അപ്പോൾ അവിടെ കിച്ചുവിൻ്റെ അമ്മയായിരിക്കും കുക്ക് ചെയ്യണം. അവർക്ക് എന്നോട് സെർവൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ നെവർ ഡിഡ് എനി കുക്കിംഗ്. ആൻഡ് വെൻ ഐ വെൻ ടു മൈ ഹൗസ് ഓൾസോ അവിടെ അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് അവിടെ എനിക്കൊന്നും ചെയ്തില്ല. പിന്നെ അമ്മു ജനിച്ചു. പിന്നെ അമ്മൂനെ നോക്കുന്നത് ഞാൻ മാക്സിമം ഞാൻ ചെയ്ത അമ്മൂന് വേണ്ടിയുള്ള കുറുക്കാക്കും, അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ ഫുഡും കാര്യമൊക്കെ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ റെൻറ്റഡ് ഹൗസിലോട്ട് പോയി ഒരു കുറച്ച് 1-2 മാസമൊക്കെ ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെയൊക്കെ. അപ്പോഴത്തേക്ക് അതിനുശേഷമാണ് അപ്പച്ചി കെയിം ടു സ്റ്റേ വിത്ത് അസ്. അപ്പച്ചി പണ്ട് എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ പിന്നെ വന്ന് അപ്പച്ചി സ്റ്റേ ചെയ്തു. അപ്പച്ചി വന്നതിന് ശേഷം അപ്പച്ചി സ്റ്റാർട്ടഡ് മേക്കിംഗ് ഫുഡ് ആൻഡ് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഉള്ള ഫുഡൊക്കെ അപ്പച്ചി കുക്ക് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ഞാനങ്ങ് വല്ലപ്പോഴും മാത്രം കുക്ക് ചെയ്യുന്ന പോലെ സോ ലൈക്ക് അതുകൊണ്ട് ഐ എം നോട്ട് അറ്റ് ഓൾ എ ഗുഡ് കുക്ക്, ഐ എം ജസ്റ്റ് ഓക്കെ കുക്ക്. ഞാൻ ആക്കുന്ന പലതും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഞാൻ ട്രൈ ചെയ്ത് ഐ ക്യാൻ കുക്ക് ഓൾസോ. പക്ഷേ ഞാൻ അങ്ങനെ വലുതായിട്ട് കുക്കിംഗ് എൻജോയ് ചെയ്യാറില്ല. വേർ ഇസ് മൈ സിസ്റ്റർ എൻജോയ്സ് കുക്കിംഗ് എ ലോട്ട്. സിമി അടിപൊളി. സിമി എന്ത് വെച്ചാലും ടേസ്റ്റാണ്. ഓൾക്ക് ഫുഡ് തീരുമാനം ഒരു ചിക്കൻ കറി, ഒരു ഫിഷ് കറി, ബിരിയാണി, ഗീ റൈസ്, പൊട്ടവ ഒരു വെജിറ്റബിൾ, എന്തൊരു മെഴുക്ക് വരട്ടിയോ തോരൻ എന്താക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര കൈപ്പുണ്യമാണ് മൈ സിസ്റ്റർ. മൈ ഫാദർ കുക്സ് വെരി വെൽ. മൈ മോം കുക്സ് റിയലി വെൽ. ഈവൻ സംടൈംസ് കിച്ചു ചില സാധനങ്ങളൊക്കെ കിച്ചു ലവ്ലി ഉണ്ണിയപ്പം ഉണ്ടാക്കും, നല്ല പായസം ഉണ്ടാക്കും, അതൊക്കെ ഉണ്ടാക്കും. ഞാൻ ആക്കുന്ന കുറച്ച് നല്ല ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഓൺ ദ ഹോൾ എടുത്ത് പറഞ്ഞാൽ ഞാൻ നോട്ട് എ ഗ്രേറ്റ് കുക്ക്. മൈ ഫ്രണ്ട്സ് ആർ വണ്ടർഫുൾ കുക്സ്. നമ്മുടെ വീട്ടിൽ ആക്ച്വലി ഓസി ഈസ് എ വെരി ഗുഡ് കുക്ക് ആക്ച്വലി. പക്ഷെ ഇപ്പോൾ കുറേ നാളുടെ ഒന്നും ചെയ്യാറില്ല. ഓസി എന്താക്കിയാലും നല്ല കൈപ്പുണ്യമാണ്. ഓസി കോവിഡ് ടൈമിൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് മീനില്ലാത്ത മീൻ കറി ഒരു സാധനം ആക്കുമായിരുന്നു. അത് അവൾ യൂട്യൂബ് വീഡിയോ എടുത്തോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ബി സോ ടേസ്റ്റി. ഓസി ഭയങ്കര റിസോർട്ട് പലതും ആക്കുന്നത്. നല്ല കുക്ക് ചെയ്യാനുള്ള കൈപ്പുണ്യമുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ബേബിയും പ്രഗ്നൻസി ബേബിയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ ഓസിയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം, ഈ ഹൻസ് പറയാം, ഓസി എനിക്ക് ഒന്നാ കറിയാക്കി തരുമോ, നല്ലപോലെ ചോറ് കഴിക്കട്ടെ. കുറേ നാളെ ഓസി ആക്ച്വലി അതൊന്ന് ആക്കി ഓസിയുടെ വീഡിയോ എടുത്ത് നമുക്കൊന്ന് പഠിക്കണം അത്. സോ ഞാനും എൻ്റെ സിസ്റ്ററിലും ഇറ്റ്സ് ലൈക്ക് സിമിക്ക് 10 കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു 2 മാർക്കിങ്ങേ കിട്ടാവൂ. ബിക്കോസ് ഷീ ഈസ് ദാറ്റ് മച്ച് ബെറ്റർ ഇൻ കുക്കിംഗ്. ഹർ ഫുഡ് ഇസ് വെരി 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 ടേസ്റ്റി.
ഐ ലവ് ഹർ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിങ്. ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഐ ലവ് ടു ഈറ്റ്. സിമിയുടെ വീട്ടിൽ കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. സിമിയുടെ ബിരിയാണി ആൻഡ് കോക്കനട്ട് റൈസ്. സിമി നല്ല പൊങ്കൽ വരെ ആക്കും. അടിപൊളി തമിഴന്മാർ ഉണ്ടാക്കണ പോലത്തെ പൊങ്കൽ. അതിൽ ആ പൊങ്കലിൽ കഴിക്കാനുള്ള സാമ്പാർ. സിമി ഇടയ്ക്ക് പണ്ട് സിമിയുടെ ഡെലിവറിക്കൊക്കെ നമ്മുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്, റിഷാൻ മാഹിനെയൊക്കെ ഡെലിവറിക്ക്. ആ സമയത്തൊക്കെ സിമി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലാക്കും വീക്കെൻഡ്സിലൊക്കെ. ആസ് എ ലവ് ഹർ കുക്കിംഗ്. ഞാനിങ്ങനെ ഇൻസ്റ്റയ്ക്ക് വേണ്ടി കുറച്ച് സ്റ്റോറീസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഐ സോ ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആൻറ്റി, ഡു യു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ? ആൻറ്റി മാനിഫെസ്റ്റ് ചെയ്ത് നടന്ന എന്തെങ്കിലും ഉണ്ടോ? Yeah, I do believe in manifestation. Yeah, I do believe. Manifest ചെയ്യണം നമ്മൾ. We should manifest, to move forward and to have our goals. And ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ധാരാളം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്, ധാരാളം. When I was married and when my children were small, like അമ്മു, ഓസി, ഷാനി ഒക്കെ കുഞ്ഞായിരുന്നപ്പം, we lived in a rented house and അത്ര not so great place and വളരെ നോർമൽ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ആൻഡ് ഐ കെപ്റ്റ് മാനിഫെസ്റ്റിംഗ് ദാറ്റ് ഞാനൊക്കെ മൈ ഹൗസ് വാസ് ലൈക്ക് ബിഗ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് ഓൾ ദാറ്റ്, വെൻ ഐ വാസ് യൂസ് ടു അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക്. ഐ വാസ് യൂസ് ടു അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. സോ എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടികൾക്ക് അങ്ങനത്തതൊക്കെ തന്നെ വേണം. ദേ ഷുഡ് ഹാവ് എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലേസ് ടു ലിവ് ഇൻ. എത്രയും പെട്ടെന്ന് വി ഷുഡ് ഗെറ്റ് ദാറ്റ് ഡൺ എന്നൊക്കെ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ഒരു റെഡി ഫ്ലോ ഓഫ് ഓവർ ക്യാഷ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ പാടത്ത് ഷൂട്ടിംഗ് ഉള്ളപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്കുള്ളത്. അത് നമ്മുടെ ബിസിനസ്സൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഫണ്ട് വാസ് ജസ്റ്റ് കമ്മിങ്. പക്ഷേ ഐ കെപ്റ്റ് മാനിഫെസ്റ്റിംഗ്, ലൈക്ക് ഐ വോണ്ട് എ ബിഗ് ഹൗസ് ആൻഡ് വളരെ കംഫർട്ടബിളായിട്ട് എൻ്റെ കുട്ടികൾക്ക് അവിടെ വളരാൻ പറ്റണം. ആൻഡ് അവർക്ക് കൊടുക്കേണ്ട എല്ലാ കംഫേർട്സും കൊടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഐ ടു കീപ് wishing for it. I don't know how it will happen, but I kept wishing for it. And that happened very fast, അമ്മൂനൊക്കെ ഒരു 8 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷാനിക്ക് തന്നെ എത്ര വയസ്സായിരിക്കും, 3 വയസ്സോ 4 വയസ്സോ പോലും ആയില്ല, 3.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ we were able to shift to our own house. ഇന്ന് നമുക്കുള്ള അതേ കംഫർട്ട്സ് അന്നും ഉണ്ടായിരുന്നു. ആ കംഫർട്ട്സോട് കൂടി ഇവർക്കൊക്കെ അങ്ങനത്തെ ഒരു ലൈഫിലോട്ട് എനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റി. ഇൻസ്പൈറ്റ് ഓഫ് കിച്ചു ആൻഡ് മീ നോട്ട് ഈവൻ ഹാവിങ് ബാങ്ക് ബാലൻസ്. ഒക്കെ ഭാഗ്യത്തിന് നമുക്കൊന്ന് ഹൗസിംഗ് ലോൺ കിട്ടി, നമ്മുടെ ബിസിനസ് ഒന്ന് കുഴപ്പമില്ലാതെ നന്നായി. അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് ഫണ്ട് വന്നു. ആൻഡ് വി വർ ഏബിൾ ടു ബിൽഡ് എ ഡീസൻറ്റ് പ്ലേസ് ഫോർ അവർ ചിൽഡ്രൻ. അതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. സോ ഐ ഡു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ കുറേ വിഷ്വലൈസേഷൻ ആൻഡ് മാനിഫെസ്റ്റ് സർട്ടൻ തിങ്സ്, ഇറ്റ് വിൽ ഹാപ്പൻ. നമുക്ക് ഈ ഒരു വേൾഡിൽ നമ്മൾ ജീവിച്ച് പോകുന്ന ഈ കുറച്ച് കാലം ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ഹോപ്സ് ആൻഡ് ഓൾ ദാറ്റ് ഒൺലി വിൽ allow us to go forward. നമ്മളൊന്ന് തള്ളി അങ്ങോട്ട് വിടണമെങ്കിൽ വി ഷുഡ് ഹാവ് സംതിങ് ഇൻ ഫ്രണ്ട്. ബെല്ലടിച്ചു, ഞാൻ ആരാന്ന് നോക്കട്ടെ. ഈശാനയുടെ ഫുഡ് വന്നായിരിക്കും. യാ, സോ ഐ ഡു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. യു ഓൾ ഓൾസോ ഷുഡ്. ഓക്കെ, അഹാനയോട് വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ പറയൂ. ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഐ തിങ്ക് അഹാന വിൽ ബി ഡൂയിങ് ഇറ്റ് സൂൺ. കുറച്ച് നാളായല്ലേ അമ്മ വീഡിയോസ് ഇട്ടിട്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒത്തിരി ഇഷ്ടം ഇഷാനിയോട് യൂട്യൂബ് വ്ളോഗ് വീക്ക്ലി വൺസ് ഇടാൻ പറയാവോ? ഇഷാനി വീക്ക്ലി വൺസ് യൂട്യൂബ് വ്ളോഗ് ഇടണേന്ന് പറയുന്നുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഉറക്കമൊക്കെ എണീറ്റ് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ജിമ്മിൽ പോകാൻ സമയമാവും. കഴിഞ്ഞ മാസം ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് യൂട്യൂബ് വ്ളോഗ് ഇടും. ഓമി ജനിച്ചതിന് ശേഷം ഈശാനിക്ക് ഭയങ്കര തിരക്കായിരുന്നു എന്ന് അവിടെ നിന്ന് ആൻസർ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈശാനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. എന്ത് ചെയ്യുന്നു പറ. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓണം ഷൂട്ടിൽ ഓമി ഉണ്ടോ ദിസ് ടൈം? ഓണം ഷൂട്ടേ ചെയ്തില്ല. ഓണം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നേ. ആരെ ചോദിച്ചാൽ ഓമി ബേബിക്ക് ഏത് ഡയപ്പർ യൂസ് ആകുന്നത്? ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാറുണ്ടോ? ക്ലോത്ത് ഡയപ്പറേ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ അവനിപ്പോൾ അല്ലാതെ അവൻ യൂസ് ചെയ്യുന്ന ഡയപ്പറിന്റെ കമ്പനിയുടെ പേര് എന്താടാ? ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഹോസ്പിറ്റലിൽ തന്നൊരു ഡയപ്പറാണേ. അതവന് ഭയങ്കര, അവൻ ജനിച്ചപ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ. അപ്പം ഞാൻ വാങ്ങി വെച്ചിരുന്ന മറ്റേ പാമ്പേഴ്സിൻ്റെ ഒക്കെ കുറച്ചുകൂടി ലൂസായിരുന്നു അവന്. അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞ കമ്പനി ലൈറ്റ് വയലറ്റ് ആൻഡ് വൈറ്റ് ഒരു പാക്കറ്റാണ്. അതവന് പക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറേ വാങ്ങി. തൽക്കാലം അതാണ് ഉപയോഗിക്കുന്നത്.
പാമ്പറിൻ്റെ ഒക്കെ വാങ്ങിച്ച് ഇച്ചിരി കൂടെ ലൂസ് ആവുന്നത്, അതുകൊണ്ട് അത് ഇനി സ്റ്റോക്ക് ഇരിക്കുക. അതാണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്ത് ഡയപ്പറും ഉണ്ട്, പക്ഷെ ആസ് ഓഫ് നൗ ഇതാണ് യൂസ് ചെയ്യുന്നത് അവന്. ഓക്കെ. ആരോ പറഞ്ഞേക്കാണ് മിസ്സിങ് ക്യൂട്ട് ഹൻസു ഇട. ഷി ഹാസ് ഗ്രോൺ അപ്പ്. എന്നാലും ഷീസ് ക്യൂട്ട് എന്ന്. ഞാനും എനിക്ക് ഹൻസ് കുഞ്ഞായിരുന്നതാണ് ഇഷ്ടം. ഐ മീൻ ലിറ്റിൽ മോർ യങ്ങർ, ആ ഒരു ടീനേജ് വെയിറ്റ്. She's 19 and soon she's going to be 20 and I'm very sad. I like that teenage. I think ഈ സെപ്റ്റംബർ 30th ഹൻസുവിന് 20 ആകുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ 4 പേരും ഇൻ ദ 20s ആവും ഫോർ എ ഫ്യൂ ഡേയ്സ് ടിൽ അമ്മുവിൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 13th ആവുന്നത്. ഫോർ 13 days in this year. It's very special because all 4 of them will be in their 20s. That's nice. ഇഷാനി എന്നെ കുറിച്ച് ചിന്തിച്ചോടാ? ഇഷാനി കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇഷാനി അമ്മൂനോടും പറഞ്ഞിട്ടുണ്ട്. ആ 13 days in this year is going to be awesome because all the 4 children will be in their 20s. കൊള്ളാം അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാവ് യു ഫിനിഷ്ഡ് ഓണം പർച്ചേസിങ്? ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഓണം ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടില്ലേ, അന്ന് അത്ര ഷോപ്പിംഗ് നടന്നുള്ളൂ. ഇനി എനിക്ക് 2-3 കടയിൽ ഓണം ഷോപ്പിംഗ് ബാലൻസ് ഉണ്ട്. 4 സ്ഥലങ്ങളിൽ. അതെപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. നാളെ ട്രിവാൻഡ്രത്ത് എത്തിയാൽ തന്നെ ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ ഏതൊരു സമയത്ത് എത്തും. പിന്നെ ഉച്ചയ്ക്ക് ദിവസം ഫംഗ്ഷൻ. ദെൻ ഡാഡി ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് അവിടെ വർക്ക് ഉണ്ടാവും. ഐ മീൻ ഐ ഡോണ്ട് നോ നാളത്തെ ഇനി എന്തായിരിക്കും സിറ്റുവേഷൻ. നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ, മറ്റന്നാളത്തേക്ക് ആകുമോ, എനിക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ. ഇപ്പോൾ നമുക്ക് പലർക്കും കൊടുക്കേണ്ടതൊക്കെ വാങ്ങിയില്ലെങ്കിലും മോശമല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഐ ഹാവ് ടു ഗോ ആൻഡ് ഡു ഓൾ ദാറ്റ് ആൻഡ് സ്ട്രെസ്സാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹോട്ടലിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ല. ആർക്കും വേണ്ടി ഒരു ജോലിയും ചെയ്യണ്ട. എന്തൊക്കെ ടെൻഷൻസ് അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് ഐ എം ഏബിൾ ടു ടേക്ക് എ വീഡിയോ ആൻഡ് ടോക്ക് ടു യു പീപ്പിൾ. ഷോപ്പിംഗ് ഇസ് സ്റ്റിൽ പെൻഡിങ്. ലോഡ് ഓഫ് സ്റ്റഫ് ഇസ് സ്റ്റിൽ പെൻഡിങ്. ആരോടത്തേക്കണേ സിന്ധു ആൻറ്റി ബാംഗിൾസ് കാണിക്കുമോ? സിന്ധു ആൻറ്റിയുടെ ഈ കിടക്കണ ബാംഗിൾസ് സിന്ധു ആൻറ്റിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് സിന്ധു ആൻറ്റിയുടെ കൂടെ ഉള്ളതാണ്. ഞാൻ ഐ തിങ്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ 10th or 11th മറ്റോ പഠിക്കുമ്പോൾ മൈ ഫാദർ ഗോട്ട് ദിസ് ഫോർ മീ. എനിക്ക് 2 എണ്ണം ഇതേപോലത്തെ 2 എണ്ണം എൻ്റെ അനിയത്തിക്ക് ഉണ്ടായിരുന്നു. സിമിയുടെ ഐ തിങ്ക് അവൾ ഓവർ ദ ഇയേഴ്സ് എപ്പോഴോ വേറെ ഏതോ ജ്വല്ലറി വാങ്ങിക്കുന്ന സമയത്ത് ഇത് വളരെ പ്ലെയിൻ സിമ്പിൾ അല്ലേ, എക്സ്ചേഞ്ച് ചെയ്ത് ഹേഴ്സ് ഇസ് ഗോൺ ബട്ട് ഐ സ്റ്റിൽ ഹാവ് മൈൻ. ഇറ്റ്സ് ലൈക്ക് എൻ്റെ കൈവശം ഈ മോതിര ഈ വള വന്നിട്ട് ഒരു 38 ഇയേഴ്സ് ആവും. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വിത്ത് മീ ഫോർ ഏജസ്. ഞാൻ എനിക്കൊണ്ട് ഏറ്റവും അധികം ഇട്ടിട്ടുള്ളൊരു ജ്വല്ലറി ഇതാവും. പിന്നെ 2 മോതിരങ്ങളുണ്ട്. അല്ല ഇതാണ് ഞാൻ ഒരുപാട് നാളിട്ടിട്ടുള്ളൊരു ജ്വല്ലറി. പിന്നെ ഞാൻ സ്ഥിരം ഇടുന്ന ഈ ഒരു എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അമ്മ വാങ്ങിത്തന്നൊരു ബ്രേസ്ലെറ്റാണ്. മറ്റത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വാങ്ങിച്ചു തന്നതാണ് ആ ഒരു ടെന്നീസ് ബ്രേസ്ലെറ്റ്. പെർക്സ് ഓഫ് ഹാവിങ് സോ മെനി ചിൽഡ്രൻ. ആൻഡ് ഈ വർഷത്തിന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം. അവിടെ പറയണം ഇല്ലാത്ത നോക്കി എന്തെങ്കിലും വാങ്ങിത്തരണേന്ന് പറയാം. എനിക്കും ഇഷ്ടം ജ്വല്ലറി പോലെയൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനും. അതാകുമ്പോൾ ലൈക്ക് വിത്ത് ഇങ്ങനെ നല്ലതാണ്. നൈസ് ടു ഗിഫ്റ്റ് ജ്വല്ലറി. എത്രത്തോളം നീണ്ടുപോയെന്ന് അറിയത്തില്ല. ആരോ വന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരു നാണോ ഇല്ലാതെ ഞാൻ മുന്തിരിങ്ങ ചോദിച്ചു. പാവം 1 കൊല ചോദിച്ചു, 3 കൊല മുന്തിരിങ്ങ എനിക്ക് കൊണ്ടുവന്ന്. കണ്ടേ ഷാനി? സൂപ്പർ അല്ലേ? അവർക്ക് ആ സ്ത്രീക്ക് ഭ്രാന്ത് നാണല്ലാതെ മുന്തിരിങ്ങ ചോദിച്ചേക്കുന്നു. ഇഷാനിക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ല. അപ്പം ഞാനിന്ന് ഡിന്നർ കഴിച്ചിട്ട് ഇത് ഫുള്ള് കഴിക്കും. ആ പുളി മുന്തിരിങ്ങയ്ക്ക് ഒരു പ്രത്യേക തരം മണമുണ്ട് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് വെരി നോസ്റ്റാൾജിക്. ഇറ്റ് ടേക്സ് മീ ബാക്ക് ടു മൈ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ഗ്രേപ്സ് ആയിരുന്നു. ഈ ഗ്രേപ്സ് ആയിരുന്നു അത് കിട്ടിക്കൊണ്ടിരുന്നത്. സീഡ്ലെസ്സിനെ കുറിച്ച് നമുക്ക് അന്ന് അറിയത്തേ ഇല്ല. ലൈക്ക് ലോങ് ബാക്ക്. കൊതി വരുന്നു. ആൻഡ് ഇവർ കഴുകിയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഒരു പീസ് എന്തായാലും കഴിക്കട്ടെ. പാവം. ചില സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് ടേക്സ് യു ബാക്ക്. യു നോ അറ്റ് പ്രസന്റ് ഐ ക്യാൻ ജസ്റ്റ് ക്ലോസ് മൈ ഐസ് ആൻഡ് ഫീൽ മൈസെൽഫ് സിറ്റിംഗ് ഇൻ ദാറ്റ് warm cozy dining hall of ours in our school. ആൻഡ് നമ്മുടെ സ്റ്റീലിൽ 3 ഹോളുള്ള പ്ലേറ്റിൽ
ഒന്നിനകത്ത് ഒരു കൊല മുന്തിരിങ്ങ കാണും. ചിലപ്പോൾ കൊലയായിട്ടായിരിക്കും, ചിലപ്പോൾ തുറന്നായിരിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാലേ ഫ്രൂട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്തിരിങ്ങ വേഗം ചോറും കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് കഴിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് നാക്കിൽ കളറാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രണ്ട്സിനെ കാണിക്കും. സീ മൈ ടങ്, ഷോ യുവർ ടങ്. ആ ടങ്ങിലിങ്ങനെ ആ ഒരു വയലറ്റ് കളറാകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. സോ ഐ എം ബാക്ക് ഇൻ മൈ സ്കൂൾ ഇൻ ഏർലി 80s. അടുത്ത ക്വസ്റ്റ്യൻ പോയി നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇഷാനി ഡൂയിങ്? ഇഷാനി ഈസ് ഹാവിങ് ഡിന്നർ. ഓണം പർച്ചേസ് പാർട്ട് 2 എപ്പോൾ അപ്ലോഡ് ചെയ്യും? അപ്പോൾ എന്ന് വെച്ചാൽ ഓണം പർച്ചേസ് പാർട്ട് 2 ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ എന്തായാലും ട്രിവാൻഡ്രത്ത് പോയിട്ട് ചറപറ ഉള്ള സമയത്ത് ഓടിപ്പോയി കുറച്ച് ഓണം പർച്ചേസിങ് നടത്തും. അതെന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യും, പറ്റുവാണെങ്കിൽ അത് അപ്ലോഡും ചെയ്യും. ഞാൻ പലപ്പോഴും പലതും ഷൂട്ട് ചെയ്യും കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന അത്രത്തോളം ഫുട്ടേജ് ഒന്നും ഇല്ലെങ്കിൽ പലതും അപ്ലോഡ് ചെയ്യാതെ അത് അവിടെ എവിടെയെങ്കിലും ഞാൻ കളയാറുമുണ്ട്. സോ എൻ്റെ ഓണം ഷോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നതും കൂടെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്ത് ഐ ഷെയർ വിത്ത് യു ആൾ. ഓക്കെ, മിക്കവാറും നാളെ വൈകുന്നേരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഡാഡി ഈസ് ഫീലിംഗ് ഓക്കെ, തിങ്സ് ആർ ഓൾ ഓക്കെ അറ്റ് ഹോം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ വിൽ ഷൂട്ട് ആൻഡ് ഐ വിൽ ഷോ യു ആൾ. ഇന്ന് ഞാൻ എടുക്കണ Q&A ഞാൻ ജസ്റ്റ് ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് എടുത്ത് ഞാൻ ഓണമായിട്ട് കൊണ്ട് മിക്സ് ആക്കത്തില്ല. ദിസ് ഇസ് ജസ്റ്റ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വ്ളോഗാണ്. ഓക്കെ, കുറേ നാളായി Q&A എടുത്തിട്ട്. പണ്ടൊക്കെ ഞാൻ അടുപ്പിച്ച് Q&A എടുക്കുമ്പോൾ എല്ലാവരും പറയും, അയ്യോ പ്ലീസ് Q&A ഇടല്ലേ എന്ന് പലരും ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് നാളെ ഞാൻ എടുക്കാതിരുന്നത് കൊണ്ട് ഐ തിങ്ക് യു ഓൾ മൈറ്റ് എൻജോയ് മൈ Q&A അല്ലേ? Somebody has said, lovely watching your videos. Keep them coming. What's your favorite color, auntie? Thank you for saying you enjoy watching my videos. എൻ്റെ കളേഴ്സിനോടുള്ള ഇഷ്ടം ഓവർ ദ ഇയേഴ്സ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. സംടൈംസ് എനിക്ക് വളരെ യങ് ആയിരുന്നപ്പോൾ വെൻ ഐ വാസ് ലൈക്ക് എ ടീനേജർ 11, 12, 13 ആ ഏജിലൊക്കെ മൈ ഫേവറേറ്റ് കളേഴ്സ് ബി യെല്ലോ. ഭയങ്കര ഇഷ്ടമായിരുന്നു യെല്ലോ കളർ. പിന്നെ 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 അത് കുറച്ച് മാറി. പിന്നെ ഏതോ ഒരു പോയിൻ്റൊക്കെ ബ്ലാക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദെൻ പിങ്ക് ഇസ് ഓൾവേസ് എ ഫേവറേറ്റ്. ബട്ട് നൗ ഐ എം ഇൻ എ പൊസിഷൻ ഓർ ഇൻ എ മെൻ്റൽ സിറ്റുവേഷൻ വെൻ ഐ ലവ് ടു ട്രൈ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇല്ലാത്ത കളേഴ്സ്, എല്ലാത്തരം കളേഴ്സും ഇടാൻ എനിക്കിഷ്ടമാണ്. ബട്ട് പേഴ്സണലി കുറച്ച് ഡള്ളർ കളേഴ്സിനാണ് എനിക്കിഷ്ടം. ബട്ട് ഈവൻ ദോ ഐ എൻഡ് അപ്പ് വെയറിങ് ഓൾ ദ പോസിബിൾ ബ്രൈറ്റ് സെൽവാസ്. ഇതൊക്കെ ഞാൻ എത്നിക് വീസൊക്കെ പോകുമ്പോൾ ബ്രൈറ്റ് കളേഴ്സ് ഇരിക്കുമ്പോൾ അവർ പറയും ചേച്ചിക്ക് ഇത് ചേരും, ഇത് എടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുക്കുന്നതാണ്. പക്ഷേ എന്നാലും സോബർ കളേഴ്സിനോടാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ഐ ലൈക്ക് ടു ട്രൈ ഓൾ കളേഴ്സ്. ഏത് കളറായാലും കുഴപ്പമില്ല, ഐ ലവ് ടു ട്രൈ കളേഴ്സ്. പേർപ്പസ്ഫുള്ളി അല്ലെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ ഞാൻ വാങ്ങുന്ന സെൽവാസിലൊക്കെ മാക്സിമം പിങ്ക് ഷെയ്ഡ്സാണ് വരാറ്. പീച്ച് പിങ്ക്. എവിടെ പോയാലും ഇങ്ങനെ അങ്ങനത്തെ ഷെയ്ഡ്സ് കാണുമ്പോൾ ഐ സംഹൗ ഹാവ് എ ലൈക്കിങ്. എനിക്കുള്ള കുറച്ച് വർക്കൊക്കെ ഉള്ള സെൽവാസ് നോക്കുവാണെങ്കിൽ ഒരു 10 എണ്ണത്തിൽ ഒരു 8 എണ്ണത്തിനും ഏകദേശം അതുപോലത്തെ ഒരു കളർ ടോണായിരിക്കും. കറങ്ങിത്തിരിഞ്ഞ് എപ്പോഴും ഒരു പിങ്കിലൊക്കെ എത്തും. പക്ഷെ ഞാനിരുന്ന ഇതുപോലത്തെ ട്രൈ ഓൾ കൈൻഡ് ഓഫ് ബ്രൈറ്റ് കളേഴ്സ്. ടു ബ്രൈറ്റ് കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല, അത് ചിലപ്പോൾ എനിക്ക് തലവേദന തരും. എർത്തി കളേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും എ പേഴ്സൺ ഹു വിൽ ലൈക്ക് ടു ട്രൈ ഓൾ ദ പോസിബിൾ കളേഴ്സ്. റെയിൻബോ ഇവർക്കൊക്കെ കൊച്ചിലെ ഏറ്റവും ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള റെയിൻബോ കേക്ക്. ഞങ്ങളുടെ ഫ്രണ്ട് സുമി ഉണ്ട്. സുമി യൂസ് ടു മേക്ക് ലവ്ലി റെയിൻബോ കേക്ക്. ആൻഡ് ഇഷാനി ആൻഡ് ഹൻസു ക്രേസി. കൊച്ചായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഐ തിങ്ക് ഐ ഓൾസോ ലൈക്ക് എ ലോട്ട് ഓഫ് കളേഴ്സ്. പക്ഷേ സോബർ കളേഴ്സിനോടൊക്കെ ആൾക്കാരൊക്കെ ഇട്ടേക്കുന്നതൊക്കെ കാണുമ്പോൾ കുറച്ച് ഡൾ കളേഴ്സിനോടൊക്കെ കുറച്ച് ഇഷ്ടമുണ്ട്. ഈ അടുത്ത അമ്മു ഇൻസ്റ്റയിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. വളരെ ഡിഫറെൻ്റ് ഒരു കളർ. ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ് എ ലോട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു ആ ഫോട്ടോ? നല്ലൊരു കളർ എന്തെന്ന് പോലും പറയാൻ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു കളറായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എവിടെ എത്തി. ഐ തിങ്ക് മൈ വീഡിയോസ് ബിക്കം എക്സ്ട്രീംലി ലോങ്. ഹാവ് ടു ഗോ ടേക്ക് എ ബാത്ത് ആൻഡ് ഹാവ് ഡിന്നർ. അപ്പം ഞാൻ പോകട്ടെ. നമുക്കിനി അടുത്ത ഷോപ്പിംഗ് പാർട്ട് 2 ആയിട്ട് പറ്റുവാണെങ്കിൽ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ സെൻഡിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ എത്ര പേരുടെ ആൻസർ ചെയ്തു, എത്ര പേരുടെ ആൻസർ ചെയ്തില്ല എന്ന് എനിക്കറിയത്തില്ല. കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മേ ബി 1 or 2 more ചെയ്യാം, പറ്റുവാണെങ്കിൽ ചെയ്യാം. ആ ഇൻസ്റ്റയിലും കൂടെ കുറച്ച് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടേക്ക് എ ബാത്ത് നൗ. ഓക്കെ, ബൈ. Q&A, ഇറ്റ് വാസ് ഫൺ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യുന്നത്. എൻ്റെ ഈ മെറ്റീരിയൽ ഓർമ്മയുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് കൊച്ചിയിൽ വന്നപ്പോൾ
ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തുറയുള്ള മാലതി സിൽക്സ്. അവിടെ നിന്ന് ഞാൻ എടുത്തൊരു മെറ്റീരിയലാണ് ഇത്. ഒരു ഗ്രേ ഷെയ്ഡ് ആൻഡ് ഒരു യെല്ലോ ഷെയ്ഡ്. അതെനിക്ക് എത്തനിക് വ്യൂസിൽ ചേച്ചി നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നു. ഒരു കംഫർട്ടബിൾ കോട്ടൺ നൈറ്റ് ഡ്രസ്. അവിടെ നിന്ന് വെച്ചാൽ സാരിയുടെ ബ്ലൗസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയില്ല. സോ ഇനി ഞാൻ ഡിന്നർ കഴിക്കട്ടെ. സോ താങ്ക് യു ഫോർ ബെയറിങ് വിത്ത് മീ. സോ ഇത്രയും നേരം കുറേ ക്വസ്റ്റ്യൻസ്, കുറേ എങ്ങനത്തെ ആൻസേഴ്സ് ആണെന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും നോക്കാം, ലൈക്ക് ഞാൻ ഏത് രീതിയിലാണ് ആൻസർ ചെയ്തതെന്നൊക്കെ. അപ്പോൾ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് ഓണം shopping vlog. Take care. Lots of love to all of you all. Okay, tata, happy Onam in advance. Bye. ഒരു കാര്യം കൂടെ, ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാൻ എത്ര പേരുടെ ആൻസർ ചെയ്തു എന്ന് അറിഞ്ഞൂടാ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചേക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിലൊക്കെ അതും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.